ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും ഫ്രണ്ടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി ഫ്രണ്ടിനോട് പറയുകയാണ്, നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഈ പെരുവഴിയിലായത്. ഞാൻ ആ സത്യം അന്നേരം രേവതിയോട് അങ്ങ് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു, എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ ഏത് നേരം അവൾ അതും ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിക്കുകയാണ്, എടാ നീയല്ലേ എപ്പോഴും എന്നോട് പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയോട് കള്ളം പറയുമെന്ന് പറയുമ്പോഴത്തേക്ക് തല പോലെ പോയാലും കള്ളം പറയരുതടാ എന്നൊക്കെ നീ പറയുന്ന ആളല്ലേ, എന്നിട്ടിപ്പോൾ നീ തന്നെ കള്ളം പറയുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, തല പോയാലും കള്ളം പറയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. തല ഇനി വെട്ടിക്കളയാനൊന്നും പറ്റില്ലല്ലോ, വാക്കുകളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാമെന്നിങ്ങനെ സച്ചി പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, ഇനി അച്ഛനോട് അവൾ എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമാക്കുമെന്നാണ് എൻ്റെ പേടി എന്നിങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കൂട്ടുകാരന്മാർ പറയണം, എടാ എല്ലാ കാര്യങ്ങളും നിൻ്റെ അച്ഛൻ അറിഞ്ഞു എന്നാണ് തോന്നുന്നത്, ദേ അങ്കിള് വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ സച്ചി നോക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ രവീന്ദ്രൻ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്ത് ചെന്നിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താണ് സച്ചി, എന്താ നിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് നോക്കുമ്പോൾ കൂട്ടുകാരന്മാർ പരസ്പരം നോക്കിയിട്ട് പറയാണ്, എടാ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുങ്ങിക്കളയാം എന്നിങ്ങനെ പരസ്പരം സച്ചിയും അച്ഛനും കേൾക്കാണ്ട് ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം കൂട്ടുകാരന്മാർ പറയണം, എന്തായാലും അച്ഛനും സച്ചിയും കൂടി തമ്മിൽ സംസാരിക്കുക, ഞങ്ങൾ മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മാറിപ്പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചിയോട് രവീന്ദ്രൻ പറയണം, സച്ചി നിന്നെ ഞാനൊന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയണം, അച്ഛൻ എന്തിനാണ് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് മെനക്കെട്ട് വരുന്നത്, ഞാൻ വൈകുന്നേരത്ത് വീട്ടിലോട്ടല്ലേ വരുന്നത്. അയ്യോ വീട്ടിലോട്ട് വരുന്ന കാര്യമൊന്നും പറയണ്ട, നീ ഇഴഞ്ഞാണോ വരുന്നത് ഇനി തുഴഞ്ഞാണോ വരുന്നതെന്നൊക്കെയുള്ള കാര്യം നീ വന്നിട്ടല്ലേ പറയാൻ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് നേരെ കാണാമെന്ന് വിചാരിച്ചത്. എന്താ കാര്യം? എടാ നീ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും പറയാണ്ടിരിക്കുന്നതെന്നല്ല, നീ എന്താ ഇന്നലെ കാണിച്ചത്, നീ മോളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടത് ഒട്ടും ശരിയായില്ല. അങ്ങനെ വരട്ടെ, അവൾ വന്ന് എന്താ അച്ഛനോട് പറഞ്ഞു തന്നിരിക്കുന്നത്? അച്ഛൻ ഞാൻ അവളെ ഒറ്റയ്ക്കൊന്നും പറഞ്ഞു വിട്ടതല്ല, അവളെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ? ഇന്നലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ രണ്ടെണ്ണം അടിച്ച് ഞാൻ ഓഫായി വന്നതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കുഴപ്പമില്ലാതെ തട്ടാതെ മുട്ടാതെ എന്നെ സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടവളല്ലേ അവൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ലാണ്ട് അവൾ താനെ വീട്ടിലേക്ക് പോയത് ഒട്ടും ശരിയായ കാര്യമല്ല എന്നിങ്ങനെ സച്ചി പറയണം. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണേ, എടാ നിനക്കിങ്ങനെ പറയാൻ നാണാവുന്നില്ലേ, കള്ളും കുടിച്ച് വല്ലയിടത്തും കിടക്കുന്ന നിന്നെ താങ്ങിയെടുത്തോണ്ട് വീട്ടിൽ വരേണ്ടവളാണോ അവൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണേ, പിന്നല്ലാണ്ട് അവൾ ചെയ്തത് ശരിയാണെന്ന് അച്ഛന് പറയാനൊക്കെ, രണ്ട് പേര് ചേർന്ന് ഒരു വഴിക്ക് വന്നിട്ട് ഒരാൾ അവിടെ ഇട്ടിട്ട് വരുന്നത് എന്തായാലും തെറ്റ് തന്നെയാണ് എന്നിങ്ങനെ സച്ചി സ്വയം ന്യായീകരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണ്ടേ, ദേ നീ ഇനി കൂടുതൽ സംസാരിച്ചാലുണ്ടല്ലോ, എൻ്റെ ഈ കൈ നിൻ്റെ കരണത്ത് വീഴും. ഇത്ര നാളായിട്ട് ഞാൻ നിന്നെ ഒന്ന് തല്ലിയിട്ട് പോലുമില്ല, തല്ലുന്നത് പോയിട്ട് ഒന്നും നുള്ളി പോലും നോവിച്ചിട്ടില്ല, പക്ഷേ നീ ഇനി എൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് മേടിക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി ചോദിക്കണേ, എന്താ അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ നീ എന്നെ എന്തിനാടാ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ തീറ്റിക്കുന്നത്? നിന്നെ രേവതിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ നീ ജീവിക്കുന്നായിരുന്നു ഞാൻ കരുതിയത്. ഇതിപ്പോൾ നീ എല്ലാ ദിവസവും അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, അപ്പോൾ അങ്ങനെ ആയോ, അപ്പോൾ എൻ്റെ മനപ്രയാസം നിങ്ങളാരും കാണുന്നില്ലേ? നിനക്ക് എന്താടാ മനപ്രയാസം? പിന്നെ അല്ലാതെ ഞാൻ ഇത്തിരി മനസമാധാനത്തിന് വേണ്ടി ഇവിടെ വന്ന് രണ്ടെണ്ണം വീശിയിട്ട് അങ്ങോട്ട് വരുമ്പോൾ അവിടെ വന്നാലുണ്ടല്ലോ, അവളെ അച്ഛൻ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല, അച്ഛൻ്റെ മുന്നിൽ നല്ല പാവക്കുട്ടി ചമഞ്ഞ് നിൽക്കുമെങ്കിലുണ്ടല്ലോ, അവളെ വാ തുറന്നാലുണ്ടല്ലോ അത് അടയ്ക്കത്തില്ല. അവളുടെ വായി കിടക്കുന്നതേ നാക്കല്ല, AK-47 തോക്കാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചിയോട് രവീന്ദ്രൻ പറയണേ, എടാ അവൾ അങ്ങനെ വലിയ കുഴപ്പക്കാരിയൊന്നുമല്ല, അവൾ ആൾ പാവമാണ്, പക്ഷേ അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം നിനക്കറിയില്ല. പിന്നെ അവൾക്ക് ഇഷ്ടമല്ലാത്തത് കണ്ടാൽ കുറച്ചൊക്കെ അവൾ പ്രതികരിക്കും, അതിനുള്ള അവകാശം അവൾക്കുണ്ട്. നീ മര്യാദയ്ക്ക് ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല, നീ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ വേദന, നീ ഇങ്ങനെ വേദനിപ്പിച്ച് ആയുസെത്താതെ ഞാൻ ഒടുങ്ങേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, അങ്ങനെ പറയല്ലേ അച്ഛനും അച്ഛമ്മയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നിങ്ങളൊക്കെ അല്ലേ എൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്, നിങ്ങളില്ലാത്ത ഒരു ജീവിതം എനിക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ രവീന്ദ്രൻ പറയണം, അതൊക്കെ ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ, അതിലേക്കൊന്നും പോകണ്ട, എന്തായാലും ഇന്ന് ഉച്ചയൂണിന് നീ വീട്ടിലെത്തണം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഓട്ടോ ഒന്നും നീ ഏറ്റുകളയിൽ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറ ഇപ്പം പറയുന്നില്ല, നീ നേരെ വീട്ടിലേക്ക് വാ, അതിനുശേഷം ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഞാൻ പറയാനുള്ളതൊക്കെ പറയാം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ കോള് വരികയാണ്. നമ്മുടെ സച്ചിക്ക് കോള് വരികയാണ്. സച്ചി പറയണം, സച്ചി കോൾ എടുത്തിട്ട് പറയണം, സാർ ഞാൻ ഇപ്പം വരാമെന്നൊക്കെ പറയുകയാണ്. അതിന് ശേഷം രവീന്ദ്രനോട് പറയണം, ഇതൊരു വലിയൊരു ഓട്ടോണ്, ഞാൻ പോയിട്ട് വരാം. എന്ത് ഓട്ടോ ഓടിയാലും ശരി തന്നെ ഉച്ചയ്ക്ക് ഊണിന് നീ വീട്ടിലെത്തണം എന്ന് തന്നെ ഇങ്ങനെ രവീന്ദ്രൻ പറയുകയാണ്, നമ്മുടെ സച്ചിയോട് പറയുകയാണ്. പിന്നെ അതിന് ശേഷമെന്ന് വെച്ചാൽ നമ്മുടെ
ചന്ദ്രയും ഭാമയും കൂടി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കയ്യിൽ രണ്ടുപേരുടെയും കയ്യിൽ വലിയ കവറുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ സച്ചിയുടെ കാറ് വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കുന്നതാണ്. അപ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തേക്ക് ഭാമയോട് നമ്മുടെ ചന്ദ്ര പറയണം, ഓ ആ ഡ്രൈവറും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ദേ ഡ്രൈവറുടെ വണ്ടി കിടക്കുന്ന കണ്ടില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഭാമ പറയണേ, എൻ്റെ ചന്ദ്രേ നീ ഒന്ന് മിണ്ടാണ്ട് വാ, നീ വെറുതെ എന്തിനാവശ്യമില്ലാതെ ഓരോന്നൊക്കെ ചിക്കി ചകയുന്നത്, സച്ചി വരട്ടെ, സച്ചി വരേണ്ടതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, എന്തായാലും ഭാമേ ദേ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ കുറച്ച് വാഴപ്പഴവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും നല്ല ഒന്നാം തരം പഴംപൂരി ഉണ്ടാക്കണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഭാമ പറയണം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ചന്ദ്രേ, അവർ ജസ്റ്റ് ഒന്ന് വന്ന് സംസാരിച്ചിട്ട് പോകുന്നല്ലേ ഉള്ളൂ, വിവാഹോറപ്പിപ്പൊന്നും അല്ലല്ലോ, അവർ ഇനി വരുമ്പോൾ കൊടുത്താൽ പോരെ ഇതൊക്കെ. അതൊന്നും പോരെ ഭാമേ, ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്ര അകത്തേക്ക് വരികയാണ്. അതേ സമയത്ത് നമ്മുടെ സച്ചിയും നമ്മുടെ രവീന്ദ്രനും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ കറി ഇങ്ങനെ സച്ചിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് രേവതി. അപ്പോൾ സച്ചി പറയണം, മതി അച്ഛ മതി, എനിക്ക് കറി മതി. എടാ അതിന് ഞാനല്ലല്ലോടാ നിനക്ക് കറി തരുന്നത്, രേവതി മോളല്ലേ, നീ അവളോട് പറ, നീ എന്തിനാ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ സച്ചി ഒന്നും മിണ്ടാണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഭാമയെ കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയാണ്, ചോറ് കഴിക്കുന്നില്ലേ, ചോറ് കഴിക്കാൻ ഇരിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഭാമ പറയണം, ഇന്ന് കാക്ക മലർന്ന് പറക്കും, നീ എന്നെ ചോറ് തിന്നാൻ വിളിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയണ, കാക്ക ഇന്നും പറക്കൂല നാളെയും പറക്കൂല, ഇനിയോട്ട് പറക്കാനിട്ട് പോണതുമില്ല, അതിനെ ഞാൻ ചോറ് തിന്നാൻ വിളിച്ചതേ ഭാമാൻ്റെയാണ്, അല്ലാതെ വേറെ ആരെയും അല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി അങ്ങ് ചമ്മി പോവുകയാണ്. അതിനുശേഷം ചന്ദ്രമതി രേവതിയുടെ കയ്യിൽ ആ കൊണ്ടുവന്ന കവറെല്ലാം കൊടുത്തിട്ട് പറയണം, രേവതി നീ ഇതൊക്കെ അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്ക് എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. രേവതി അത് വാങ്ങിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടി അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം അപ്പോഴത്തേക്കിനും നമ്മുടെ അച്ഛൻ നമ്മുടെ സച്ചിയോട് പറയണം, സച്ചി എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ട്. എന്താ വെച്ചാൽ അച്ഛൻ അത് എന്നോട് പുറത്തു വെച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് എന്താണെന്ന് പറ. അതൊക്കെ പറയാം, നീ ആദ്യം ആഹാരം കഴിക്ക്. പറ അച്ഛാ, ഒന്നും മിണ്ടായിരുന്ന ആഹാരം കഴിക്കടാ, എന്തെങ്കിലും കേട്ട ഉടനെ നിനക്ക് അപ്പം തന്നെ അറിയണം, കഴിച്ചിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അച്ഛനും മകനും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അതേസമയം സുധിയുടെ മുറിയിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി ചെല്ലുകയാണ്, കൂടെ നമ്മുടെ ഭാമയും ഉണ്ട്. ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, സുധിയാണെങ്കിൽ ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ താടിയിൽ ഇങ്ങനെ കൈ അമർത്തി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, ഓരോന്ന് ആലോചിച്ചിട്ട്. അപ്പോഴാണ് അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് പറയണം, മോനെ സുധി, മോൻ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് മോനി, ഇത്രയും നേരമായിട്ട് അമ്മ പറഞ്ഞതല്ലേ കുളിച്ച് റെഡിയായിട്ടൊക്കെ ഇരിക്കാൻ, വേഗം ഓടിപ്പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സുധി പറയണം, എന്താ അമ്മേ എന്താ, ഞാനിപ്പോൾ വിവാഹം കഴിക്കാനുള്ളൊരു മൂഡിലൊന്നും അല്ല അമ്മേ, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ട് കൂടിയില്ല, എനിക്കതിനുള്ള ഒരു താല്പര്യം ഇപ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, അങ്ങനെ പറയല്ലേ, അമ്മയുടെ കുഞ്ഞ് പോയി ഒരുങ്ങിയിട്ട് വാ, അമ്മയുടെ കുഞ്ഞല്ല, അമ്മ പറയുന്ന അനുസരിക്കില്ലേ, മോൻ പോയി കുളിച്ച് അമ്മ അവിടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ട് വാ. ദേ മോനെ, ഇത് മോൻ എതിർത്ത് പറയരുത്, അമ്മയുടെ ഇഷ്ടത്തിന് മോൻ ഇത് ചെയ്തേ പറ്റൂ. ഈ വിവാഹം അങ്ങോട്ട് നടന്നാലുണ്ടല്ലോ മോൻ പിന്നെ കോടീശ്വരനാണ്. ദേ ഇപ്പം തന്നെ എത്ര കമ്പനികളിൽ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നു. ഇപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു ജോലി ഇട്ട് നഷ്ടപ്പെടുകയും ചെയ്തു. മാത്രമല്ല ആ ഡ്രൈവറുടെ വായിലിരിക്കുന്നത് എപ്പോഴും മോൻ കേട്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുക. അതിനുശേഷം അവളെ ശല്യമൊന്നും നമുക്കുണ്ടാവില്ല മോനെ. അതുമാത്രമല്ല എൻ്റെ മോൻ കോടീശ്വരനായിട്ട് ജീവിക്കുന്നത് അമ്മയ്ക്ക് കാണണം. ഈ വിവാഹം കൊണ്ട് കഴിഞ്ഞാലുണ്ടല്ലോ നീ വെറും സുധിയല്ല, മുതലാളി സുധിയാണ്, മുതലാളി സുധീന്ദ്രൻ. അതുകൊണ്ട് മോൻ പെട്ടെന്ന് പോയി റെഡിയാവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്താണെങ്കിൽ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ സച്ചിയും കൂട്ടി മുകളിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയണേ, രേവതി ഉണ്ടൊപ്പം. അപ്പോൾ സച്ചി ചോദിക്കണേ, എന്താ അച്ഛാ ഇത്രയും നേരമായിട്ട് അച്ഛനൊന്നും പറയുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണം, മോനെ കാര്യം വേറൊന്നുമല്ല, ഇന്ന് ഒരു കൂട്ടർ സുധിയെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നു എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി ചോദിക്കണം, അയ്യേ അതെന്തൊരു ഏർപ്പാടാ അച്ഛാ, സാധാരണ പെണ്ണ് കാണാനായിട്ട് ആണല്ലേ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്, ഇതെന്താ പെണ്ണ് വീട്ടുകാരെന്താ ഇങ്ങോട്ട് വരുന്നത്, ഇതൊക്കെ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അവർക്ക് മനസ്സിലായി കാണും ഇവൻ വെറും ഒരു കിഴങ്ങൻ പെണ്ണാനാണെന്ന് തോന്നി കാണും, അതായിരിക്കും ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മോനെ സച്ചി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ആദ്യം ഒരു കാര്യം പറയുമ്പോൾ അത് സീരിയസ് ആയിട്ട് കേട്ടേ പറ്റൂ, അവന് വേണ്ടേ ഒരു ജീവിതം, എന്തായാലും നീ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഇടങ്കോലിടാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണം, അപ്പോൾ അച്ഛനും അതിന് സമ്മതിച്ചാ,
പിന്നെ സമ്മതിക്കാതെ അവനൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് ഞാനെന്തിനാടാ എതിർത്ത് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണേ, അച്ഛൻ എതിർത്ത് നിന്നാലേ അച്ഛൻ എതിർത്ത് നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ എതിർത്ത് നിൽക്കും. കാരണം എന്താണെന്നോ, അവൻ തരാനുള്ള പൈസ എൻ്റെ പൈസ തരട്ടെ. എൻ്റെ പൈസ തരാതെ അവൻ ഒരു കല്യാണവും കഴിക്കാൻ പോണില്ല, ഞാൻ അതിനിട്ട് അനുവദിക്കാൻ പോകുന്നുമില്ല. ഇപ്പം അവൻ എൻ്റെ പൈസ വയ്ക്കണം, എന്നാൽ മാത്രമേ കല്യാണം നടക്കൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ചന്ദ്ര പറയണതേ അവൻ ഉടക്കുണ്ടാക്കുന്നു എന്നാണ് തോന്നുന്നത്, ഇവനെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഭാമ പറയണേ, ഇല്ല ചന്ദ്രേ, നീ സമാധാനമായിട്ടിരിക്കുക, അതൊക്കെ രവിയേട്ടൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് ഭാമ അവരുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മാറി നിന്ന് ഇവർ സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് സച്ചിയോട് രവീന്ദ്രൻ പറയണേ, നീ ആയിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നിനക്ക് തരാനുള്ള പൈസയൊക്കെ തരും അവനെ ഒന്ന് കല്യാണം കഴിക്കുന്നതിന് എന്താ പ്രശ്നം എന്നിങ്ങനെ പറയുകയാണ്. അച്ഛാ, അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ അവൻ ഇവിടെ നിന്ന് മുങ്ങും ആ പെണ്ണിനെ കൊണ്ട്, പിന്നെ അവനെ തിരക്കി ഞാൻ പിന്നാലെ അലയേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം അവൻ പൈസ വെക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയണം, അതൊന്നും നടക്കില്ല മോനെ, അവൻ പിന്നീട് തരും പൈസ, നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പെണ്ണ് വീട്ടുകാർ വരുമ്പോൾ ആദ്യം അവരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് തരാൻ പറ അവനോട്. എനിക്ക് തരാനുള്ള പൈസ അവനെ കൊണ്ട് തരാൻ പറ്റിയില്ലെങ്കിൽ ആ വീട്ടുകാരെ നിന്ന് വാങ്ങിച്ച് തരട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ്. രേവതി പറയണേ, എന്ത് വർത്താനാണ് നിങ്ങൾ ഈ പറയുന്നത്? പെണ്ണ് വീട്ടുകാരെ നിന്ന് പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് തരണമെന്നോ എന്ന് ചോദിക്കണം. അപ്പോൾ സച്ചി പറയണേ, ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേ നീ സംസാരിക്കേണ്ട കാര്യമല്ലേ, നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണേ, ഞാൻ അഭിപ്രായം പറയും, എനിക്ക് എന്താ പറയാൻ പറ്റാത്തത്? ഏതെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും നടക്കുന്നത് തെറ്റാണെങ്കിൽ ഞാൻ തെറ്റെന്ന് തന്നെ പറയും, അതിന് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയണേ, രേവതി മോളെ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, കണ്ടില്ലേ ഇവിടെ വായി കിടക്കുന്ന നാക്ക് കണ്ടില്ലേ, എന്തൊരു സ്പീഡായത് എന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണം, മോള് പറഞ്ഞാൽ എന്താ തെറ്റ്, അവൾ പറഞ്ഞ സത്യമല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയണം, എന്തായാലും അവൻ എനിക്ക് തരാനുള്ള പൈസ വെച്ചിട്ട് അവൻ പെണ്ണ് കെട്ടിയാൽ മതി, അവനെ കാരണമാണ് ദേ ഇവളെ ഈ കുരിശൻ്റെ തലയിലായത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ രേവതി ഇങ്ങനെ തുറച്ച് നോക്കുമ്പോൾ രവീന്ദ്രൻ പറയണം, നീ ആവശ്യമില്ലാതെ രേവതി എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? എന്ത് പറഞ്ഞാലും നീ അവളുടെ അടുത്താണല്ലോ അവസാനം പറഞ്ഞു വരുന്നത്. ദേ മോളെ, നീ ഒന്നും പറയണ്ട, നീ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് നീ എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്നിനും പോവണ്ട, നിനക്കെന്താടാ പൈസയാണോ വലുത് ഇപ്പോൾ എല്ലാത്തിനേക്കാളും, ഇപ്പം നീ അതാണോ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, അല്ല അച്ഛാ, എനിക്ക് പൈസയൊന്നും വേണ്ട, ഞാൻ പൈസയ്ക്ക് വലിയ വില കൊടുക്കുന്ന ആളുമല്ല, പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ മേടിക്കാനിരിക്കുന്നതേ എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ അച്ഛൻ്റെ ഒരായുഷ്കാലത്തെ മുഴുവൻ ശമ്പളം, അത് മുഴുവൻ അധ്വാനത്തിൻ്റെ ഫലം, അത് അവൻ കൊണ്ടുപോയി ഏതോ ഒരുത്തി പറ്റിച്ചുകൊണ്ട് പോയി. പക്ഷെ ആ പൈസ അവൻ എനിക്ക് തരണമെന്ന് പറയുന്നത് അതെനിക്ക് വേണ്ടിയിട്ടല്ല, ആ പൈസ വാങ്ങിച്ച് അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതെനിക്ക് എന്തായാലും അവൻ തന്നേ പറ്റൂ, അതിന് ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ ഒരു വിധത്തിൽ പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം ഭാമ ചെന്നിട്ട് ചന്ദ്രയോട് പറയുന്നത്, ചന്ദ്രയെ സമാധാനമായിട്ടിരിക്കുക, രവിയേട്ട എല്ലാ കാര്യവും പറഞ്ഞ് സച്ചിയെ മനസ്സിലാക്കി ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്, ഇനി നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭാമയോട് ചന്ദ്രമതി പറയുകയാണ്, ആ ഭാമേ, അവിടെ ഇരിക്കുന്ന കൊണ്ടുവച്ചിരുന്ന ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ജ്യൂസാക്കുക. അതിനുശേഷം ആ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ ഇരിക്കുന്ന വാഴപ്പഴം ചെത്തി ക്ലീൻ ആക്കിയിട്ട് അത് അടിപൊളിയായിട്ട് നല്ല ഒന്നാം തരം പഴംപൊരി ഉണ്ടാക്കാൻ പറയുകയാണ്. അപ്പോൾ ഭാമ ചോദിക്കുകയാണ്, ഞാനോ? പിന്നെ നീ അല്ലാതെ പിന്നെ വേറെ ആരാ എന്നെ സഹായിക്കാൻ ഇവിടെ ഉള്ളത്? വേറെ ചിലരൊക്കെ ഇവിടെ സമരത്തിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോടെ പറയാൻ പറ്റുള്ളൂ, ചെല്ല് ഭാമയെന്ന് പറയണം. എന്നിട്ട് ഭാമയോട് ചന്ദ്രൻ പറയണം, ദേ ഭാമേ, ഒരു കാര്യം ഞാൻ പറയാം, പഴംപൊരി ഉണ്ടാക്കുമ്പോഴേ പഴം കണ്ടം തുണ്ടം വെട്ടി കണ്ടിച്ചിട്ടിട്ട് പൊരി വേറെ പഴം വേറെ എന്നുള്ള രീതിയിലായിരിക്കരുത്, വായിലിട്ടാലേ അലിഞ്ഞ് പോകണം എന്നിങ്ങനെ പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയണം, അങ്ങനെ വായിലിട്ട് അലിഞ്ഞ് പോകണമെങ്കിലേ പഴംപൂരി ഉണ്ടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് 2 കറക്ക് ഇറക്കിയാൽ മതി, അപ്പോൾ പിന്നെ വായിലിടുമ്പോൾ നന്നായിട്ട് അലിഞ്ഞങ്ങ് പോവും, ചവയ്ക്കേണ്ടി വരില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചെല്ലാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഭാമ. നോക്കുമ്പോൾ നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അടുത്ത് ഈ പഴം കൊണ്ട് വെച്ചിട്ട് നമ്മുടെ ഭാമ പറയാണ്, മോളെ രേവതി, മോൾ ഇതൊന്ന് പഴംപൂരി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. രേവതി പറയണം, ഭാമാൻ്റെ എന്നോട് ക്ഷമിക്കണം, ഇത് ഞാൻ ചെയ്യത്തില്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ ചെയ്യാൻ വരില്ല, അതുകൊണ്ട് ആൻറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലാതെ അയാൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്ന്
പറയുമ്പോൾ ഭാമ പറയുകയാണ്, മോളെ രേവതി, ഞാനല്ലേ നിന്നോട് പറഞ്ഞത്, ചന്ദ്രയല്ലല്ലോ പറഞ്ഞത്, ഇത് ചന്ദ്ര എന്നെ ഏൽപ്പിച്ച ജോലിയാണ്. എനിക്കാണെങ്കിൽ ഇതുണ്ടാക്കാനായിട്ട് അറിയത്തുമില്ല. ഞാനുണ്ടാക്കിയ പഴം വേറെ പൊരി വേറെ ആയിട്ടിരിക്കും, പിന്നെ അവളുടെ വായിലിരിക്കുന്ന മുഴുവനും ഞാൻ കേൾക്കണം. പ്ലീസ് മോളെ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയണം, ഞാൻ ചെയ്തു തരാം, ആൻറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാം, പക്ഷേ ഞാനാണിത് ചെയ്യുന്നതെന്ന് അമ്മ അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇല്ലയെന്ന് നമ്മുടെ ഉറപ്പ് കൊടുക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും ഇരുന്ന് മൊബൈലിൽ ഗെയിമാണെന്ന് തോന്നുന്നു, എന്താണെന്ന് വ്യക്തമാവുന്നില്ല. രണ്ടുപേരുടെ ഇരുന്ന് മൊബൈൽ കാണുകയാണ്, തമാശയൊക്കെ പറയുന്നു, എൻ്റെ ഇടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധിയും കൊണ്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. സുധി പുതിയ ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഉടുത്ത് വന്നിരിക്കുകയാണ്. ചന്ദ്രമതി മുടിയിലൊക്കെ ഇങ്ങനെ കൈവച്ചൊക്കെ ഇങ്ങനെ കോതി ഒതുക്കുകയാണ്, കൈവച്ച് മാടി ഒതുക്കുകയാണ്. എന്നിട്ട് പറയണം, ഇപ്പം എൻ്റെ മോനെ കണ്ടാൽ ഭയങ്കര സൗന്ദര്യം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് കയ്യിലിരിക്കുന്ന പെർഫ്യൂം അടിച്ചു കൊടുക്കുകയാണ് സുധിയുടെ ഷർട്ടിലൊക്കെ. അപ്പോൾ സുധി പറയുന്നുണ്ട്, വേണ്ട അമ്മ, ഇതൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് സഹിക്കുന്നില്ല. സച്ചി ചോദിക്കണം, ടുറ്റുമോൻ സ്കൂളിൽ പോകാനായിട്ട് വരുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ സ്കൂളിൽ കൊണ്ട് ചേർത്തതേ ഉള്ളോ? നന്നായിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് 3 PG എടുത്തല്ലോ, ഇനിയിപ്പോൾ ഏത് ക്ലാസ്സിലാണ്, ഇനിയിപ്പോൾ ഏത് കോഴ്സിനാണ് ചേരാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയാണ് സുധിയെ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി പറയണം, മോൻ വെറുതെ വിഷമിക്കുകയൊന്നും വേണ്ട, ഇവനെ അസൂയയാ, ഇവനെ പഠിപ്പുമില്ല വിവരവും ഇല്ല, അതുകൊണ്ട് അവനെ അസൂയാവാം, അങ്ങനെ പലതും പറയും, മോൻ അത് കാര്യമാക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് സച്ചി പറയുകയാണ്, ഇവൻ PG ഒക്കെ എടുത്തുന്നേ ഉള്ളൂ, ഇവന് ചില കാര്യങ്ങളൊന്നും ഇവനെ അറിയില്ല, ഇവൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഇവൻ കല്യാണം കഴിക്കാൻ പോകുമല്ലേ, പണച്ചാക്കിനെ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഞാൻ ഇടങ്കോലിടാൻ വരുന്നില്ല, പക്ഷേ ഇവന് വേണ്ടിയിട്ട് ഞാൻ ഈ വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉപദേശം കൊടുക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, നിൻ്റെ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയണം, ഉപദേശം ആര് കൊടുത്താലും സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ചന്ദ്രേ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ സച്ചി പറയണം, ചേട്ടാ ഗേജ ഫ്രോഡേ, നീ ഇങ്ങോട്ട് വാ, നിനക്ക് വേണ്ട ഉപദേശം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് ഇങ്ങനെ സച്ചി വന്നിട്ട് നമ്മുടെ സുധിയുടെ തോളിലൊക്കെ കൈയിട്ടിട്ട് സ്നേഹത്തോടു കൂടി നിൽക്കുന്ന കണക്കൊക്കെ നിൽക്കുകയാണ്. എന്നിട്ട് പറയണം, പെണ്ണിൻ്റെ കൂട്ടർ ഇവിടെ വരുമ്പോഴത്തേക്ക് അവരിവിടെ വന്നിരിക്കും, പക്ഷേ നീ അവരുടെ മുന്നിലേക്കൊന്നും പോയി നിൽക്കരുത്, അവർ നിന്നെപ്പറ്റി തിരക്കണം. അപ്പോൾ ആ തിരക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് നിന്നെപ്പറ്റി ഒരുപാട് ഇങ്ങനെ പൊക്കി അടിക്കും, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് കൊക്കാണ് കോണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അത് കേട്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് നിന്നെ കാണാനുള്ളൊരു ത്വരയുണ്ടാവും. അപ്പോൾ അവർ പറയും, ചെറുക്കനെ വിളിക്കൂ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പറയും, സുധിയെ ഇങ്ങോട്ട് കൊണ്ടുപോകാം അമ്മ എന്ന് പറയും. അപ്പോഴത്തേക്കിനും നീ ഒരു കയ്യിൽ ചായയും മറ്റേ കയ്യിൽ പലഹാരമൊക്കെ ആയിട്ട് ഇറങ്ങി വരണം. വന്നു കഴിയുമ്പോൾ നേരെ വന്ന് നോക്കരുത്, നേരെ ഇങ്ങനെ മുഖം താഴ്ത്തി നിൽക്കണം. എന്നിട്ട് മെല്ലെ കണ്ണുകൾ കൊണ്ട് മാത്രം പെണ്ണ് വീട്ടിൽ നിന്ന് വരുന്ന ആളുകളെ നോക്കണം. അപ്പോൾ അവർ ഫിക്സ് ചെയ്യും, നിന്നെ മാത്രം മതി എന്ന് ഫിക്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നാണം കെടുത്തി നാറാണക്കല്ല് പറിക്കുകയാണ് നമ്മുടെ സുധിയെ. അത്രയ്ക്ക് നാണം കെടുത്തി വയ്ക്കുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് പിടിക്കുന്നില്ല. ചന്ദ്രമതി പറയണേ, ഇങ്ങനെയുള്ള ഈ അസൂയാലുക്കൾ പറയുന്നതെന്ന് മോൻ ശ്രദ്ധിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോൾ ചെറുക്കൻ വീട്ടുകാർ വരാറായില്ലേ ഭാമേ എന്ന് ചോദിക്കണം. അപ്പോൾ ഭാമ പറയുകയാണ്, ഇപ്പോൾ വരും ചന്ദ്രേ എന്ന് പറയുകയാണ്. എന്നിട്ട് നേരെ ഭാമ അടുക്കളയിൽ ചെല്ലുകയാണ്. നമ്മുടെ രേവതി ഉണ്ടാക്കി വയ്ക്കുന്ന വാഴയ്ക്കപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ഭാമ പറയണം, അടിപൊളിയായിട്ടുണ്ട്, ഇത് സൂപ്പറായിട്ടുണ്ട് മോളെ, പക്ഷേ ഞാനാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആളിൻ്റെ മുന്നിലെടുത്ത് വയ്ക്കാൻ പോലും കൊള്ളാതായി പോയേനെ. ഇനിയിപ്പോൾ ഇതിന് എന്തായാലും എൻ്റെ വഴക്ക് കേൾക്കേണ്ടി വരില്ല, ചന്ദ്രയുടെ വായിരിക്കുന്ന കേൾക്കേണ്ടി വരില്ലെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയണം, ആൻറ്റി ഒരു കാരണവശാലും ഞാനാണ് ഉണ്ടാക്കിയതെന്ന് പറയല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഭാമ പറയണം, മോളെ ഒരിക്കലും ഞാൻ പറയത്തില്ല, നീ ആയിട്ട് പറയല്ലേ, നീ പറഞ്ഞാൽ നിന്നെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിപ്പിച്ചെന്ന് പറഞ്ഞ് ചന്ദ്ര പിന്നെ എൻ്റെ മെക്കിട്ട് കയറാൻ വരും, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കിന് നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി ചെന്നിട്ട് ചന്ദ്രയും ഭാമയും കൂടെ തമ്മിൽ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ വരാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, അവിടെ നിന്ന് അവർ തിരിച്ചു എന്ന് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചുമന്ന ഒരു മാരുതി കാർ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ വെപ്രാളമായിട്ടിരിക്കുകയാണ് പെണ്ണ് വീട്ടുകാർ വന്നതിൽ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും